ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് സോയ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്കിട്ട് ഒരു 2 തവണയൊന്ന് കഴുകിയെടുക്കാം. സോയ ഞാനിവിടെ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി, 5 പച്ചമുളക്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, പിന്നെ 1 കപ്പ് കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട സോയ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സോയ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് കറിയിൽ ഇട്ടിട്ടും വേവിക്കുന്നതാണ്. ഇതിപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തേങ്ങ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് വറുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 3 വലിയ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 5 ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി നന്നായി തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് സോയയൊക്കെ നല്ലപോലെ വെന്ത് കറിയിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളക്കാൻ വെക്കാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം തന്നെ ഇത് അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.